and welcome back to my channel. Korean drama recommendations part 1 was quite nice. Korea ആൾക്കാര് അതിന്റെ താഴെ കമന്റ് ചെയ്യുകയും ഒരുപാട് സജഷൻസ് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ I thought anyways എനിക്ക് എന്തായാലും കൊറിയൻ ഡ്രാമാസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ സെക്കൻഡ് പാർട്ട്. പക്ഷെ എൻ്റെ ഐഡിയയിൽ ഈ ഇയറിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ഈ വർഷത്തെയൊക്കെ വെച്ചിട്ട് പറയാമെന്നായിരുന്നു. But then I have shifted it to a part 3 video. Now we're going to have a part 2 video with the second set of recommendations of Korean. Don't tell me that you're sorry. നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നുള്ള രീതിയിൽ ഐ തോട്ട് 3 രീതിയിലായിട്ട് ഇത് പറയാമെന്ന്. ഒരു ഡ്രാമ നിങ്ങൾ കാണാനുണ്ടാവേണ്ട റീസൺ എന്താണ്, ലൈക്ക് എന്നെ ഇതിൽ അട്രാക്ട് ചെയ്തതും ഞാൻ കണ്ടതിന്റെ കാരണം പറയാം, പിന്നെ OST എങ്ങനെയുണ്ടെന്ന് നിങ്ങളെടുത്ത് പറയാം, ആൻഡ് ദെൻ തേർഡ് തിങ് ഇസ് പ്ലോട്ടിന്റെ ഒരു ചെറിയൊരു ഇൻട്രോ തരാം. ഈ രീതിയിലായിരിക്കും ഞാൻ ഇനിയുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം പറയാൻ പോകുന്നത്. സോ ഐ ഹാവ് 5 റെക്കമെൻഡേഷൻസ് കമ്മിങ് അപ്പ്. വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്ത് ഐ തിങ്ക് വാസ് അബൌട്ട് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു. ആ ഒരു സെറ്റ് ഓഫ് ഡ്രാമ ലിസ്റ്റിൽ ഞാൻ എന്തുകൊണ്ട് ക്രാഷ് ലാൻഡിംഗ് ഇട്ടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദ തിങ് ഇസ് ഞാൻ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വൺസ് ഐ ഫിനിഷ്ഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് കംസ് ടു ദ ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് കൊറിയൻ ഡ്രാമാസ് ടു വാച്ച്. ക്രാഷ് ലാൻഡിംഗ് ഓൺ യു 2019 TVN നെറ്റ്വർക്കിലാണ് എയർ ചെയ്തിരിക്കുന്നത്. റീസൺ എന്താണ് ഇത് കാണേണ്ടത്? ഫസ്റ്റ് തിങ് ഇസ് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ തമ്മിലുള്ള ഇഷ്യൂസ് അറിയാവുന്ന കാര്യങ്ങളാണ്. തിങ് ഇസ് ഇറ്റ് ഷോഡ് ഇൻ എ പോസിറ്റീവ് നോട്ട്. അതിന്റെ ഒരു സോഷ്യൽ സ്ട്രഗിൾ എന്താണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ബേസിക് തിങ് ഇസ് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ രസകരമായിട്ട് അവർ ആ ഡ്രാമയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഫെയറി ടെയിൽ കൈൻഡ് ഓഫ് എ സ്റ്റോറി. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സൈലന്റ് സ്വീറ്റ് യുനോ നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾക്ക് OST അങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നത്തില്ല. ബട്ട് ഇറ്റ്സ് ഗോയിങ് വിത്ത് ദ സ്റ്റോറി. സോ ഞാൻ പിന്നെ റിപ്പീറ്റഡ്ലി കേൾക്കുന്ന പാട്ടുകളൊന്നുമില്ല. സോ OST ഈസ് ഗുഡ് ഇനഫ്, ബട്ട് നത്തിങ് ലൈക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ക്രാഷ് ലാൻഡിംഗ് ഓൺ യു പേര് പോലെ തന്നെ ഒരു സൗത്ത് കൊറിയൻ ബിസിനസ് വിമൻ ആണ്. പാരഗ്ലൈഡ് ചെയ്യുമ്പോൾ സൗത്ത് കൊറിയയിലേക്ക് ഒരു ടൊർണേഡോ കാരണം വന്ന് വീഴുന്നു. ആൻഡ് ദെൻ ഷീ ഈസ് ബീങ് സേവ്ഡ് ആൻഡ് ഹെൽപ്ഡ് ബൈ എ കൊറിയൻ സോൾജിയർ. ഇങ്ങനെയാണ് സ്റ്റോറിയുടെ പ്ലോട്ട് പോകുന്നത്. സെക്കൻഡ് റെക്കമെൻഡേഷൻ ഇസ് ഇഥേവോൺ ക്ലാസ്. ഇഥേവോൺ ക്ലാസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ റിവ്യൂ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ ഐ പുട്ട് അപ്പ് ദ ലിങ്ക് സംവെയർ ഹിയർ. റീസൺ ഇസ് ഡെഫിനറ്റ്ലി അതിൻ്റെ സ്റ്റോറിയിൽ എൻ്റെ പ്ലോട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇഥേവോൺ പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു രസകരമായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ മെനി പോയിന്റ്സ് ടു ഇൻക്ലൂഡ്. പിന്നെ OST സൂപ്പർ മീൻസ് ലൈക്ക് ലിറ്ററലി സോ ഗുഡ് OST. ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ ഇപ്പം ഇഥേവോൺ ക്ലാസ്സിലെ പാട്ടുകളുണ്ട്. 그게 바로 내 꿈일 테니까 변한 건 없어 버티고 버텨 내 꿈은 더 단단해질 테니 다시 시작해 റിവോൾവ് ചെയ്യുന്നത് പാക്സറോയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പാക്സറോയ് ലൂസസ് ഹിസ് ഫാദർ. പിന്നെ അതിന്റെ പേരിൽ പാക്സറോയ് തന്നെ ജയിലിൽ അകപ്പെടുകയും പിന്നെ തിരിച്ചു വന്ന് അതിനേക്കുള്ളൊരു റിവെഞ്ചും ഒരു എംപയർ ബിൽഡ് ചെയ്യുന്നതുമാണ് പ്ലോട്ടായിട്ട് വരുന്നത്. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഡിലൈറ്റ് ടു വാച്ച്. വളരെ പോസിറ്റീവും മോട്ടിവേറ്റിംഗും ആയിട്ടുള്ള ഒരു ഡ്രാമയാണത്. ആൻഡ് ഇറ്റ് വാസ് ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ 2020. റെക്കമെൻഡേഷൻ ഇസ് ഹീലർ. 2014 ABS-ലാണ് എയർ ചെയ്തിരിക്കുന്നത്. ഈ ഡ്രാമസ് ഇനിഷ്യലി കണ്ടു തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ. റീസൺ വൈ യു ഹാവ് ടു വാച്ച് ദിസ്, എല്ലാ കാര്യങ്ങളും ഉള്ളൊരു മിക്സ് ആണ്. ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് റൊമാൻസ്, ദർ ഇസ് ക്രൈംസ്, കൈൻഡ് ഓഫ് ത്രില്ലർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരു ഫുൾ പാക്കേജ് ആണ് ഹീലർ. OST ഇസ് അഗെയിൻ സോ ബ്യൂട്ടിഫുൾ. ഞാൻ അഗൈൻ എൻ്റെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളിൽ കുറച്ച് ഹീലറിലെ പാട്ടുകളുണ്ട്. ദേ ആർ റിയലി 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 നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ OST സൂപ്പർ. ആൻഡ് പിന്നെ പ്ലോട്ട് എന്ന് പറയുന്നത് ഹീലർ ഒരു നൈറ്റ് കൊറിയർ ആണ്. ലൈക്ക് നൈറ്റ് കൊറിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഹീ ഈസ് മോർ ലൈക്ക് എന്ത് കാര്യങ്ങളും ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഹീൽ ഡു ഇറ്റ്. ഇല്ലീഗലാണോ ലീഗലാണോ ഇതൊന്നും നോക്കാറില്ല. he doesn't kill people, but then other than that എന്ത് കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഹീലർ ചെയ്യും.
in the Moonlight. ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു പീരിയോഡിക് അല്ല ആദ്യമായിട്ട് അവസാനമായിട്ട് കണ്ടു പിന്നെ ഞാൻ കണ്ടിട്ടില്ല പീരിയോഡിക് ഡ്രാമ ബട്ട് ഐ റിയലി ലവ് ദിസ് വൺ. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ സ്റ്റോറി ലൈൻ കാണാൻ എനിക്ക് സജഷൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഐ ഡിഡ്ന്റ് ഫർദർ ഗോ ഫോർ ഇറ്റ്. 제가 버스로서 걱정되어 드리는 말이니 그것 좀 새겨 들으십시오. 무슨 말을? 벗이라. 아니 너와 내가 어느새 벗이 되었느냐? 뭐 벗이 아니면 우리가 무슨 사이입니까? 주인과 멍멍이. 아, 그것 좀! 그 멍멍이라고 부르지 마십시오. അപ്പം ലവ് ഇൻ ദ മൂൺലൈറ്റ് എന്ന് പറയുന്ന റീസൺ നിങ്ങൾ കാണേണ്ട ഡെഫിനറ്റ്ലി ഇസ് ബിക്കോസ് ഇറ്റ്സ് എ പീരിയോഡിക് ഡ്രാമ. പീരിയോഡിക് ഡ്രാമ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് വൺ ടു സ്റ്റാർട്ട് വിത്ത് ബിക്കോസ് ഇറ്റ് ഹാസ് എ ഹാപ്പി എൻഡിങ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഗുഡ് വേ ടു സേ ലൈക്ക് ഞാൻ സ്പോയിലർ ആയെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഇറ്റ് ഹാസ് എ വെരി ഗുഡ് ഹാപ്പി എൻഡിങ്. OST അങ്ങനെ ഭയങ്കര പ്രത്യേകതയുള്ളൊരു OST എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്ത് പല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒക്കെ വരുന്നത് നല്ലതാണ്. ആൻഡ് ആസ് ഇറ്റ് സോങ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് താല്പര്യമൊന്നുമില്ല ബട്ട് ദേ ആർ നൈസ്, ദേ ആർ ഗുഡ് വിത്ത് ദ ഡ്രാമ. Other than that, like നമുക്ക് നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യും അങ്ങനെയൊന്നും. റെക്കമെൻഡേഷൻ ഇസ് മാസ്റ്റേഴ്സ് സൺ. മാസ്റ്റേഴ്സ് ഇൻ 2013 എയർ ചെയ്ത ഡ്രാമയാണ്. SBS-ലാണ് എയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് മൈ ഫേവറേറ്റ് ആക്ടർ സുജി സബ് ഇസ് പ്ലേയിങ് ദ മെയിൻ ക്യാരക്ടർ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമേ ഇത് കണ്ടത്. ഡിസ്പൈറ്റ് ദ ഫാക്ട് ഇറ്റ് ഇസ് എ ഹൊറർ റൊമാൻറ്റിക് കോമഡി. എനിക്ക് ഹൊറർ പേടിയൊന്നുമില്ല പക്ഷെ ഞാൻ കാണാറില്ല. അപ്പം ദിസ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. ഓക്കെ, ദാറ്റ് ഇസ് എക്സാക്ട്ലി ദ റീസൺ വൈ യു ഷുഡ് വാച്ച്. ബിക്കോസ് ഇതിനകത്തെ ഹൊറർ എന്ന് പറയുന്നത് നമുക്ക് പേടിയാവുന്ന ഹൊററൊന്നും അല്ല. എല്ലാ എപ്പിസോഡിലും ഓരോ പുതിയ പുതിയ പ്രേതമൊക്കെ വരും. പക്ഷെ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ആസ്പെക്ട്. അതായത് ഡെത്തിനെ മറ്റൊരു രീതിയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊറിയൻ ഡ്രാമയിൽ അങ്ങനെ കാണുന്നത് ഞാൻ കണ്ട സമയത്ത്. സോ പിന്നീട് ഒരുപാട് ഡ്രാമസ് യു ഹാവ് സീൻ അങ്ങനത്തെ ആഫ്റ്റർ ലൈഫിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യം. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ഐ തിങ്ക് ഐ സോ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ആറ്റിറ്റ്യൂഡ്. ആക്ടേഴ്സ് ആണെങ്കിലും വളരെ ജെന്യുവൻ ആയിട്ട് നമുക്ക് ബിലീവബിൾ ആയിട്ടാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അഭിനയിച്ചിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതും ഒക്കെ. 넌 또 뭐냐? 이게 포즈로 봐선 개는 아닌 것 같고. 야옹? 야옹. 이 아랫집에 늙은 고양이가 있던 것 같은데 갖고 와. 야옹. 내려와. 요거 봐라. 지난번에 왔던 개는 쿠션 하나 물어뜯어 놓고 갔는데 넌 뭘 던져줄까? OST again is wonderful. Touch Love, All About You, അങ്ങനെ കുറച്ച് നല്ലധികം പാട്ടുകൾ അതിനകത്തുണ്ട്. Suppose you have watched this or if you are going to watch this is going to stay in your playlist for sure. പാട്ട് പറയുമ്പം ഇതിനകത്ത് ഒരു ഫീമെയിൽ ലീഡ് അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ ഒരു കോമയിലേക്ക് ഒരു ആക്സിഡന്റ് വഴി പോവുകയും ഷീ ആക്ച്വലി അതിന് തിരിച്ചു വരാൻ ഏകദേശം 3-4 വർഷത്തോളം കോമയിൽ തന്നെ ആയിരിക്കും. ബട്ട് വൺസ് ഷീ റിക്കവേഴ്സ് ഫ്രം ദർ പ്രേതങ്ങളെ കാണാനുള്ളൊരു കഴിവെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഷീ ക്യാൻ സീ ഗോസ് ആൻഡ് ദെൻ അത് ശരിക്കും അവരെ ഒരുപാട് പേടിപ്പിക്കുകയും അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ ബുദ്ധിമുട്ട് സ്ട്രഗിൾ ആയിരിക്കും. സൂജി സബിന്റെ ക്യാരക്ടർ ഇസ് എ ബിസിനസ് ടൈക്കൂൺ ആൻഡ് വൺ ഡേ വെൻ ഷീ നീഡ്സ് ഹിം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ കോഴ്സ് ഒന്നും പുള്ളിക്കാരുടെ അടുത്തേക്ക് വരത്തില്ല. ഷീ കാൺ സീ ദം അറ്റ് ദാറ്റ് പോയിന്റ് വെൻ ഷീ ഈസ് വിത്ത് ഹിം. അപ്പൊ അങ്ങനെയാണ് പ്ലോട്ട് വരുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുകയും പിന്നെ ഫെർദർ അങ്ങനെയാണ് കഥ അങ്ങോട്ട് പോകുന്നത്. ഇറ്റ്സ് റിയലി ഫൺ. നല്ലൊരു കോമഡിയാണ്. അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് നോ ഹൗ അവർ ഇത് രണ്ടും കൂടെ യുണൈറ്റ് ചെയ്ത് വളരെ നന്നായിട്ടാണ് ഡ്രാമ ചെയ്തിട്ടുള്ളത്. I hope you enjoyed this episode and I hope this is beneficial. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും 1-2 എന്തെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So let's meet in another video. Thank you so much for watching. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് down below. പിന്നെ പീരിയോഡിക് ഡ്രാമാസ് എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നല്ല വല്ല പീരിയോഡിക് ഡ്രാമ അറിയാമെങ്കിൽ please do suggest that also. We'll see you again in the next video. Thank you so much for watching.